നമ്മുടെ നാടുകളിൽ യതീമിന്റെ സംരക്ഷണത്തിന് എന്ന പേരിൽ പടുത്തുയർത്തപ്പെട്ട യതീംഖാനകൾ, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശേഖരണം, അതിനുവേണ്ടി നിയമിക്കപ്പെട്ട ആൾക്കാർക്ക് നൽകപ്പെടുന്ന 40% കമ്മീഷൻ വ്യവസ്ഥ, അത് പരിശോധിക്കപ്പെടേണ്ടതാകുന്നു. കാരണം ഒരു വ്യക്തി ദാനധർമ്മം ചെയ്യുമ്പോൾ അതിന്റെ 40% ഈ വരുന്ന വ്യക്തിക്കും അതുപോലെ 60% യതീംഖാനക്കും എന്ന് പ്രത്യേകം തരംതിരിച്ചുകൊണ്ടല്ല അയാൾ ദാനധർമ്മം നൽകുന്നത്. അതുകൊണ്ട് അതിന്റെ മതവിധി കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാകുന്നു. കാരണം സബൂൽ മൂബിക്കാത്ത് 7 വൻപാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അക്കലുമാലല്ലത്തീം, യതീമിന്റെ മുതൽ ഭക്ഷിക്കൽ അങ്ങേയറ്റത്തെ കൊടിയ പാതകമാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ യതീമിന്റെ മുതൽ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ വിശദീകരിക്കവേ അല്ലാഹു പറയുകയാണ്, ഇന്നമായ ഉക്കുലൂന ഫീ ബുത്തൂനിഹിം നാറ, അവരുടെ വാറുകളിൽ അവർ ഭക്ഷിക്കുന്നത് അന്നാറ്, നരകത്തിയാണ് അവർ ഭക്ഷിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന താക്കീത്. നോക്കൂ, രണ്ടും വെച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ അപകടകരമായ ഒരു അവസ്ഥയാണ് യതീമിന്റെ മുതൽ. അത് കുറച്ചാണെങ്കിലും നമ്മുടെ വാറിലേക്ക് ചെല്ലുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ യതീമിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിച്ച ഒരു വിഷയം നമുക്ക് കാണാവുന്നതാണ്. അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുചരന്മാർ ഭയപ്പെട്ടിരുന്നു. കാരണം എന്തെങ്കിലും തരത്തിലുള്ള യതീമിന്റെ മുതൽ അവരുടെ വാറുകളിലേക്ക് കയറിപ്പോകുമോ എന്നുള്ളൊരു ഭയം. അതിനെ തിരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു, നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിച്ചുകൊള്ളൂ, അതിൽ തെറ്റില്ല. വിധമായ രൂപത്തിൽ അവരുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് അല്ലാഹു കൃത്യമായി അവർക്ക് വരച്ചു കാണിച്ചു കൊടുത്ത ശേഷമാണ് അവർക്ക് ആ പേടി നീങ്ങിയത്. അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത് കൃത്യമായി അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാകുന്നു, കൃത്യമായി പഠിച്ചു മനസ്സിലാക്കേണ്ടതാകുന്നു. ഇത്രയും ആളുകളുമായി ബന്ധപ്പെട്ട് ഹിജ്റിക്കാനുള്ള ദാഖിർ ദവാന അൽഹംദുലില്ലാഹ്.